നമസ്കാരം. ഫോളോ അപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മാത്യു കുഴൽനാടനാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി മാത്യു കുഴൽനാടന് എന്താണ് ഒരു പ്രാധാന്യമെന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ അടുത്ത് നടന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടല്ല. മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു 3 വർഷത്തോളം മുൻപ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന് നമ്മുടെ ഒരുപാട് സമയം അദ്ദേഹം എടുത്തു. നമ്മൾ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ ചെലവിട്ടു. എന്നും വൈകിട്ട് ആകാംക്ഷയോടെ പോയിരുന്ന് മാത്യു കുഴൽനാടൻ പിണറായി വിജയനുമായിട്ടുള്ള സംഘർഷത്തിലേർപ്പെടുന്നു, നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിനെല്ലാം ശേഷം വൈകുന്നേരം പത്രമാധ്യമങ്ങളിൽ വന്നിരുന്ന് പിണറായി വിജയൻ്റെ മകളെക്കുറിച്ചും മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും അവരുടെ പാർട്ടിയെക്കുറിച്ചുമൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ നമ്മൾ വളരെ ക്ഷമയോടെ കേട്ടിരുന്നു. എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുമെന്നുള്ള പ്രതീക്ഷയിൽ. അതല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ട് നീതിന്യായം, വ്യവസ്ഥിതി എന്തെങ്കിലും നടപടികളെടുക്കും, നമ്മുടെ നാട് നന്നാവും എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു. എൻ്റെ പ്രൈം ഫോക്കസ് നമ്മൾ ഈ നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ചാണ്. ഇനി എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടനോടാണ്. ചോദ്യം ഇതാണ്: എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ വിഷയങ്ങളിലൊന്നും ഒരു ഫോളോ അപ്പ് നടത്താതെ പോയത്? അതെയോ ഫോളോ അപ്പ് നടത്തിയ ശേഷം ഞങ്ങളോടത് പറയാത്തതാണോ? 100 കണക്കിന് മണിക്കൂറുകൾ താങ്കൾ പറയുന്നത് കേട്ടിരുന്നു. പക്ഷേ ഇതിനൊരു ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടായെങ്കിൽ താങ്കൾ അത് വ്യക്തമായിട്ട് ഞങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത താങ്കൾക്കില്ലേ? ഇനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. താങ്കൾ നടത്തിയ ആ ഒരു സംഭാഷണ പരമ്പരയും അതിൻ്റെയൊക്കെ അവസാനമായിട്ട് എന്തോ കൊണ്ട് നമ്മൾ പിന്നീടൊന്നും കേട്ടില്ല. ഇതിന് ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന 3 കാരണങ്ങളാണുള്ളത്. എൻ്റെ താങ്കളോടുള്ള ചോദ്യം ഈ 3 കാരണങ്ങളിൽ ഏതാണ് ശരിക്കുള്ള കാരണമെന്നാണ്. ഒന്നാമത്തെ കാരണം, താങ്കൾ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. താങ്കൾ പറഞ്ഞ ക്ലെയിംസ് എല്ലാം ബേസ്ലെസ് ക്ലെയിംസ് ആയിരുന്നു. താങ്കളുടെ ഒരു ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ഒരു 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 റിയൽ അല്ലാത്ത ഒരു കാര്യം, ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം താങ്കൾ വന്ന് അവതരിപ്പിച്ചു, എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. പക്ഷേ അത് സത്യമായിരുന്നില്ല. ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, അന്ന് താങ്കൾക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. താങ്കൾ ഒരു ടൈം പാസ് പോലെ ഇതിനെ അങ്ങ് കണ്ടിട്ട് എല്ലാ ദിവസവും ഒരുപാട് സമയം ചെലവഴിച്ചു, ഞങ്ങളുടെയും സമയം ചെലവഴിച്ചാൽ കൂടെ. അതായത് അന്ന് ഒത്തിരി സമയമുണ്ടായിരുന്നു, ഇന്ന് താങ്കൾക്ക് ഇതിനൊന്നും സമയമില്ല. താങ്കൾക്ക് ഇതിലും വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലോ താങ്കൾക്ക് ചെയ്യാനുള്ളത് കാരണം ഇതിപ്പോൾ ഒരു വിഷയമായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു കാരണം, താങ്കൾ ഇത് സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ചു, സമൂഹം അത് കേട്ടു. താങ്കൾക്ക് ഉണ്ടായിരുന്ന സമയം ചെലവഴിച്ച് ജസ്റ്റിസ് സിസ്റ്റത്തിൽ പോയി കേസ് കൊടുത്തു, ഒരുപാട് സമയവും പണവും ഒക്കെ ചെലവഴിച്ച് അവസാനം ഈ ജസ്റ്റിസ് സിസ്റ്റം, കേരളത്തിലുള്ള ഈ സിസ്റ്റം പോരാ, അവർ നിങ്ങൾക്ക് നീതി തന്നില്ല. നീതി കിട്ടാത്തത് കൊണ്ട് താങ്കൾ വിചാരിച്ചു ഓക്കെ ഇത് പോട്ടെ. ഈ 3 കാരണങ്ങളിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് താങ്കൾ ഇപ്പോൾ സംസാരിക്കാത്തത്, അതല്ലെങ്കിൽ ഞങ്ങളത് കേൾക്കാത്തത്? വളരെ പെട്ടെന്ന് 3 കാരണങ്ങൾ ഒന്നുകൂടെ നിരത്താം. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു, 2 താങ്കൾക്കിപ്പോൾ സമയമില്ല, വേറെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളതുകൊണ്ട്, 3ാമത് നമ്മുടെ ഭാരതത്തിലെ ന്യായ സംവിധാനം അത്ര കൊള്ളത്തില്ല. അതായത് അവർ നിങ്ങൾക്ക് നീതി തരാൻ സാധിച്ചില്ല. ഈ 3 കാരണങ്ങളിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചൊരു അപ്ഡേറ്റ്, ഒരു ഫോളോ അപ്പ് കേൾക്കാത്തത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. താങ്കൾ ഈ മെസ്സേജ് കേൾക്കുമോ എന്നറിയില്ല. പക്ഷേ കേൾക്കാൻ സാഹചര്യമുണ്ടായാൽ ദയവ് ചെയ്ത് ഇതിനൊരു ഉത്തരം തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. താങ്ക് യു.